ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ അസി കോസസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാത്സ് ടു പ്രോഗ്രസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനകത്തെ ആദ്യത്തെ ചാപ്റ്റർ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. സോ ഹിയർ ദിസ് യൂണിറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കോട്ട് ബൈ ദ ഫേമസ് അമേരിക്കൻ റൈറ്റർ റോബർട്ട് ഫ്രോസ്റ്റ്. So here he says that two roads diverged in a wood and I took the one less traveled by and that has made all the difference. A quote by Robert Frost. റോബർട്ട് ഫ്രോസ്റ്റ് ഒരു കാട്ടിലൂടെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വഴികൾ രണ്ടായി തിരിയുന്നുണ്ട്. അദ്ദേഹം സഞ്ചരിക്കുന്ന റോഡ് രണ്ടായി ഡിവിഷൻ ചെയ്യുന്നു. ആ വഴികളിൽ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ട്രാവൽഡ് ആയിട്ടുള്ള റോഡാണ്. അത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് സഞ്ചരിക്കുന്ന, ഒരുപാട് ആളുകൾ വരവും പോക്കുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു റോഡാണ്. അറ്റ് ദ സെയിം ടൈം അനദർ റോഡ് ദാറ്റ് വാസ് നോട്ട് ലെസ് ട്രാവൽഡ്. അധികം ആരും സഞ്ചരിക്കാത്ത ഒരു വഴിയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനകത്ത് റോബർട്ട് ഫ്രോസ്റ്റ് തിരഞ്ഞെടുക്കുന്നത് സാധാരണഗതിയിൽ ഒരാൾ ട്രാവൽഡ് ആയിട്ടുള്ള ഒരു വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക. ബട്ട് ഹിയർ റോബർട്ട് ഫ്രോസ്റ്റ് ഹാസ് സെലക്റ്റഡ് ദ സെക്കൻഡ് റോഡ് that was less traveled. അപ്പോൾ ആ ഒരു വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി വെച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. സോ ആക്ച്വലി നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പേഴ്സണൽ ലൈഫിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും ഈ റോഡുകൾ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത്. ആക്ച്വലി ആ ഒരു റോഡ് അദ്ദേഹത്തിൻ്റെ ലൈഫായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ടായി റോഡ് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനായി അച്ഛനും അതുപോലെ ഗ്രാൻഡ് പാരൻസും ബാക്കിയുള്ള ആളുകൾക്ക് ചെയ്ത പോലെ ഫാമിംഗ് തിരഞ്ഞെടുക്കണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കരിയർ ഉണ്ട്. ഏതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഫാമിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിലെത്തപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ ഇവിടെ ഇദ്ദേഹം എന്തെടുക്കുന്നു എന്നറിയോ? ലെസ് ട്രാവൽഡ് ആയിട്ടുള്ള അദ്ദേഹം ആ ഒരു റൈറ്റിംഗ് എന്നുള്ള ആ ഒരു പ്രൊഫഷൻ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. ആ ഒരു ചോയ്സ് ആണ്, ആ ഒരു തീരുമാനമാണ് ആക്ച്വലി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവാൻ കാരണമായതെന്നാണ്. ആക്ച്വലി ലിറ്ററേച്ചറിനകത്ത് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ച 4 തവണ പുലിറ്റ്സർ പ്രൈസ് ലഭിച്ച എഴുത്തുകാരിൽ ഒരാളാണ് റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആ ഒരു കോട്ട് അവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ ഹിയർ നമുക്ക് ആദ്യം ഇവിടെ പഠിക്കാനുള്ളത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്ന ശ്രീകാന്ത് ബൊലയുടെ ഒരു വർക്കാണ്. സോ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ഹു വാസ് ശ്രീകാന്ത് ബൊല. ആരായിരുന്നു ശ്രീകാന്ത് ബൊല എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം നോക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ ത്രൂ ദ പ്രൊഫൈൽ ഓഫ് ശ്രീകാന്ത് ബൊല. സോ പ്ലീസ് ലുക്ക് ഹിയർ. ശ്രീകാന്ത് ബൊല വാസ് ബോൺ ഇൻ 1991 at മച്ചിലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. 1991 ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിലാണ് നമ്മുടെ ശ്രീകാന്ത് ബൊല ജനിക്കുന്നത്. ഹിസ് പാരൻസ് were uneducated farmers. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പാരൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഹി ഹാസ് ബീൻ a youth leader since 2005 and a member of the Lead India campaign of 2020. 2005 മുതൽ അദ്ദേഹം യൂത്ത് ലീഡറാണ്. മാത്രമല്ല ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ്റെ അകത്തെ ഒരു മെമ്പറും കൂടെയായിരുന്നു അദ്ദേഹം 2020 മുതൽ. ദ നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ ലീഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. ആ ഒരു നാഷണൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായി വരെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻ 2012 ബോല സെറ്റപ്പ് ബോളണ്ട് ഇൻഡസ്ട്രീസ് വിത്ത് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറുടെ കൂടെ സ്വന്തമായി ഒരു ഇൻഡസ്ട്രി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രി മീൻസ് എ ഫേം. അതിൻ്റെ പേരാണ് ബോളണ്ട് ഇൻഡസ്ട്രീസ്. ആൻഡ് ആ പാർട്ട്ണറുടെ പേര് അവിടെ പറയുന്നുണ്ട് രവി മന്ഥ. ഓക്കെ. ഇറ്റ് പ്രൊഡ്യൂസസ് ഇക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് പ്രൊഡക്ട്സ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. അതായത് നാച്ചുറലും റീസൈക്കിൾഡും ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന്, അതായത് ക്രാഫ്റ്റ് പേപ്പേഴ്സും അതുപോലെ പാക്കേജിങ് പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ആക്ച്വലി ഏത് ബോളണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഹിയർ ശ്രീകാന്ത് ബൊല is the director of Search Impact Foundation,
which he founded in 2016. അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. And the organization aims to enable individuals and institutions in India to achieve the sustainable development goals by 2030. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഇൻഡിവിജ്വൽസിന് അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് ആണ് ശരിക്കും ഇവർ എയിം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഭോല വാസ് നെയിംഡ് ഇൻ ദ ഫോബ്സ് മാഗസിൻ ലിസ്റ്റ് ഓഫ് 30 under 30 അക്രോസ് ഓൾ ഓഫ് ഏഷ്യ. ഏഷ്യയിലെ 3 യൂത്ത് ഐക്കൺസിനെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരാളായിരുന്നു നമ്മുടെ ശ്രീകാന്ത് ബൊല എന്ന് പറയുന്നുണ്ട്. ആൻഡ് എ ബയോപിക് ഓൺ ഹിസ് ലൈഫ് ശ്രീകാന്ത് വാസ് റിലീസ്ഡ് ഇൻ 2024. 2024 ശ്രീകാന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ഒരു ബയോപിക് എന്ത് ചെയ്യുന്നത് ശരിക്കും ഇറങ്ങുന്നത് എന്നുള്ളതാണ്. സോ ആക്ച്വലി ഇവിടെ നമ്മൾ ശ്രീകാന്തിനെ കുറിച്ച് ഒരുപാട് പറയുകയുണ്ടായി അല്ലെ. ശ്രീകാന്ത് ബൊല വാസ് എ വിഷ്വലി ഇംപെയർഡ് ഓൺട്രപ്രണർ. അതായത് ജന്മസമയത്ത് തന്നെ 2 കണ്ണുകളും ഇല്ലാത്ത ഒരു ഓൺട്രപ്രണർ ആയിരുന്നു, ഒരു സംരംഭകനായിരുന്നു ഈ ശ്രീകാന്ത് ബൊല. 2 കണ്ണുകൾ ഇല്ലാതിരുന്നിട്ട് പോലും സമൂഹത്തിന് വലിയൊരു മാതൃകയായി, അദ്ദേഹത്തെ പോലെ ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളൊരു മോട്ടിവേഷനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ലൈഫിനെ ഇവിടെ ലീഡ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് വരാം. അവിടെ ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ ഇല്ലേ, നമുക്ക് നോക്കാം എന്താ പറയുന്നത് എന്നുള്ളത്. സക്സസ് റിക്വയേഴ്സ് വിഷൻ ആൻഡ് പെർസിവിയറൻസ് റാദർ ദാൻ ലക്ക്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ. ജീവിതത്തിൽ വിജയിക്കണം എന്നാണെങ്കിൽ അതായത് വിഷനും പെർസിവറൻസും കണ്ടിന്യൂസ് വർക്കും ഹാർഡ് വർക്കും ഒരു എയിമും ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഭാഗ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കാൻ നമുക്ക് വേണ്ടത് വ്യക്തമായൊരു ലക്ഷ്യവും അതുപോലെ തന്നെ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയും കൂടെയാണ്. പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ അവസരങ്ങളായി കാണണം. ആൻഡ് ഫെയിലിയേഴ്സ് ആസ് പ്രാക്ടീസ്. പരാജയങ്ങളെ നമ്മൾ എന്തായി കാണണം, പ്രാക്ടീസായി നമ്മൾ കാണണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ളതാണ്. നൗ ലെറ്റ്സ് ലിസൺ ടു എ വിഷ്വലി ചലഞ്ചഡ് വിഷണറി who has changed his own life and the lives of many others. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ശ്രീകാന്ത് ബൊല എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയും ജീവിതം മാറ്റിമറിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇവിടെ എല്ലാ കഴിവുകളും നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മൾ നമ്മുടെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ ഇപ്പോഴും നമ്മൾ മടിപിടിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് 2 കണ്ണുകളും ഇല്ലാതിരുന്നിട്ട് പോലും എങ്ങനെ ഒരു മനുഷ്യൻ ഒരു മോട്ടിവേഷനായി, അതായത് ലോകമറിയപ്പെടുന്ന ഫോബ്സ് മാഗസിനിൽ വന്ന യൂത്ത് ഐക്കൺസിൻ്റെ അതിൽപ്പെട്ട ഒരാളായി മാറി എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ഹിയർ ആക്ച്വലി ദിസ് ഇസ് എ സ്പീച്ച്. ഇതൊരു സ്പീച്ചാണ്. ഈ ശ്രീകാന്ത് ബൊല INK ടോക്സിനകത്ത് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഇവിടെ പറയുന്നത്. സോ ലെറ്റ്സ് മൂവ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ബൈ ശ്രീകാന്ത് ബൊല. ഈ ഒരു ടൈറ്റിൽ തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ യു ഹാവ് ടു ബ്രേക്ക് ദ ബാരിയേഴ്സ്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് അകത്തുണ്ടാവും. ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് അതിജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഇഫ് യു വാണ്ട് ടു ഫ്ലൈ യു ഹാവ് ടു ബ്രേക്ക് ദ ബാരിയേഴ്സ്, യു ഹാവ് ടു ഫേസ് ദ പ്രോബ്ലംസ്. ഓൺലി ദെൻ യു ക്യാൻ അച്ചീവ് ഗ്രേറ്റ്നസ് ഓർ യു ക്യാൻ സക്സീഡ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിനകത്തേക്ക് നോക്കുക. ഇദ്ദേഹം INK ടോക്സിനകത്ത് നടത്തുന്ന ഒരു പ്രസംഗമാണ്. ആദ്യം അദ്ദേഹം പറയുന്നു, ഹലോ ഐ എം ശ്രീകാന്ത്. ഞാൻ ശ്രീകാന്ത്, ആൻ ഓൺട്രപ്രണർ. ഞാനൊരു ഓൺട്രപ്രണർ ആണ്. അവരുടെ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു വാക്യത്തിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സ്റ്റാർട്ട്സ് എൻ എൻ്റർപ്രൈസ്, എ വെഞ്ചർ ഓർ ബിസിനസ് പ്രൊജക്റ്റ്. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്നയാളെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുക. അപ്പം ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഞാൻ ശ്രീകാന്ത് ഒരു ഓൺട്രപ്രണർ ആണ്. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ ഒരു 51% ആളുകളും സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ്. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രണറിയൽ കപ്പിൾസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ
റിച്ചസ്റ്റ് ആയിട്ടുള്ള ഓൺട്രപ്രണറിയൽ കപ്പിൾസിന്റെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് പറയുന്നുണ്ട്. ആരാണ് ഓൺട്രപ്രണറിയൽ കപ്പിൾസ്? ദാറ്റ് ഈസ് മൈ പാരൻസ്. എൻ്റെ പാരൻസിനെ കുറിച്ച്, ഈ ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഓൺട്രപ്രണറിയൽ കപ്പിൾസിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് അദ്ദേഹം പറയാണ്. They earned just 20,000 a year from their small plot of land. അവരുടെ ആ ഒരു ചെറിയ കൃഷിയിടത്തിൽ നിന്ന്, അതായത് ശ്രീകാന്ത് ബോലയുടെ അച്ഛനും അമ്മയും ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ആ ഒരു ചെറിയൊരു കൃഷിയിടത്തിൽ നിന്നും ഒരു വർഷം 20,000 രൂപ മാത്രമായിരുന്നു ഇവർ ഏൺ ചെയ്തിരുന്നത്. ആൻഡ് ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഇസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾ. നമുക്കറിയാം, ഓരോ മാരീഡ് കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം, അതായത് കല്യാണം കഴിഞ്ഞ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം, അവർക്കൊരു കുഞ്ഞു പിറക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഹാപ്പിയസ്റ്റ് തിങ്. അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആദ്യമായി ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് മൊമെന്റ് ഇൻ ടൈം ദ ടേം ആപ്പിൾ ഓഫ് ദ ഐ ഡിഡ്ന്റ് മീൻ മച്ച് ടു ദെം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയാണ്, ആ ഒരു സമയത്ത് എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്ന പ്രയോഗം അത്ര കണ്ട് മീൻഫുൾ ആയിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ സുഹിയ ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ആപ്പിൾ ഓഫ് ദ ഐ. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ അർത്ഥം വെരി മച്ച് വാല്യൂഡ് ഓർ ബിലവഡ് എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ കൃഷ്ണമണി, കണ്ണിലുണ്ണി എന്നൊക്കെ പറയൂലേ. അപ്പം ഇദ്ദേഹം പറയാണ്, ആക്ച്വലി എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആപ്പിൾ ഓഫ് ദ ഐ എന്നുള്ള പ്രയോഗത്തിന് അത്ര കണ്ട് അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? നെയ്തർ ഓഫ് മൈ പാരൻസ് ഹാഡ് എവർ സീൻ ആൻ ആപ്പിൾ. കാരണം എൻ്റെ പാരൻസ് ആപ്പിളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് നോർ ഡിഡ് ഐ ഹാവ് എൻ ഐ. എനിക്ക് എന്തുണ്ടായിരുന്നില്ല? കണ്ണുകളുണ്ടായിരുന്നില്ല. അതായത് ശ്രീകാന്ത് ബോലയുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു അതുവരെ ആപ്പിളും കണ്ടിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് ജനിച്ചതായിട്ടുള്ള കുഞ്ഞിന് കണ്ണും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു കണ്ണില്ലാത്ത കുഞ്ഞിനെ ആദ്യമായിട്ട് അവർ കാണുന്നത് പോലും അവർക്കുണ്ടായ ഒരു സമയത്താണ്. സോ ഈ ഒരു ടേം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആപ്പിൾ ഓഫ് ദ ഐ. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ അർത്ഥം വെരി മച്ച് വാല്യൂഡ് ഓർ ബിലവഡ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആപ്പിൾ ഓഫ് ദ ഐ മീൻഫുൾ അല്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെയ്തർ ഓഫ് ഹിസ് പാരൻസ് ഹാഡ് എവർ സീൻ എൻ ആപ്പിൾ നോർ ഹി ഹാഡ് എൻ ഐ. ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. When I was born without eyes, ഞാൻ കണ്ണുകളില്ലാതെ ജനിച്ച സമയത്ത് സൊസൈറ്റി സോ മീ ആസ് എ ബേർഡൻ. സമൂഹം ഒരു ഭാരമായിട്ടാണ് എന്നെ കണ്ടത്. അതായത് ഞാൻ ജനിച്ചപ്പോൾ തന്നെ എനിക്ക് കണ്ണില്ല. ആ സമയത്ത് സമൂഹം ഒരു ഭാരമായിട്ടാണ് എന്നെ കണ്ടത്. Some even suggested that I should be smothered. ചില ആളുകൾ പാരൻസിനോട് സജസ്റ്റ് ചെയ്യുക പോലും ചെയ്തു, അവനെ അങ്ങോട്ട് സ്മോദർ ചെയ്തേക്ക്. സോ ഹിയർ യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദ മീനിങ് ഓഫ് ദ വേർഡ് സ്മോദർ. സ്മോദർ എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ബൈ പ്രിവെന്റിങ് ബ്രെത്ത്. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനെയാണ് എന്തെന്ന് പറയുക? സ്മോദർ എന്ന് പറയുക. അപ്പോൾ അവരുടെ ആ ഒരു സൊസൈറ്റിക്കകത്ത് ചില ആളുകൾ ശ്രീകാന്ത് ബോലയുടെ പാരൻസിനോട് പറഞ്ഞൊരു നിർദ്ദേശമാണ്, നിങ്ങൾ എന്ത് ചെയ്തേക്ക്, അവനെ അങ്ങോട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നേക്ക്. കാരണം ഒരു കണ്ണില്ലാത്തൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തേക്ക്, ആരും അറിയാതെ അങ്ങോട്ട് സ്മോത്ത് ചെയ്തേക്ക്, അതിനങ്ങോട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നേക്ക് എന്ന് പറയുന്നുണ്ട്. ബട്ട് മൈ പാരൻസ് ഷവേർഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷേ എൻ്റെ പാരൻസ് എന്നിൽ ഷോവ് ചെയ്തത്, ഷോവ് മീൻസ് ബെസ്റ്റോഡ്, ചൊരിയുക, എനിക്ക് തന്നത് എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്? ലവും കെയറും ആണ്. സോ ഹിയർ വെൻ ദ സൊസൈറ്റി സജസ്റ്റഡ് them to kill him, അവരെ കില്ല് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത സമയത്ത് they decided to give him care and love. അവർ ലവും കെയറും കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. They felt they were the richest couple in the world. ആ പാരൻസിന് തോന്നുന്നതാണ് അവരാണ് ഈ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിൾ എന്ന്, ഈ ലോകത്തെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിൾ അവരാണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് I consider myself the luckiest person. ഇതും കൂടി പറയുന്നുണ്ട്, അവനെ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നുള്ളതാണ്. അവനെ എന്തുകൊണ്ട് ലക്കിയസ്റ്റ് ആയി കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഹി ഗോട്ട് സച്ച് ലവബിൾ പാരൻസ്, അല്ലേ. ദെൻ ആ പാരൻസ് അവർ കരുതുന്നത് അവരാണ് ഈ ലോകത്തിലെ റിച്ചസ്റ്റ് കപ്പിൾ എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ നോക്കാനും ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരു രൂപേണയാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ആസ് എ ചൈൽഡ്, ഒരു കുഞ്ഞായിരുന്ന സമയത്ത്
ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് അച്ഛൻ്റെ കൂടെ പാടത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഒരു കർഷകനാണല്ലോ. ഹൗഎവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. പക്ഷെ അത് അവൻ പറയുന്നു, എൻ്റെ ചെറിയ കാലുകൾക്ക് അച്ഛനെ സഹായിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഐ മീൻ അവന് അച്ഛന് സഹായം നൽകുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. അപ്പോൾ ഈ ഫാദർ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഫാദർ പോലും ചിന്തിക്കാൻ തുടങ്ങി, ഓ മൈ ഗോഡ്, ഒരു പക്ഷേ ഈ സൊസൈറ്റിയിലെ മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെ എൻ്റെ ഭാവി അത്ര കണ്ടൊരു ഡാർക്കായി മാറോ എന്ന് അച്ഛൻ പോലും എന്ത് ചെയ്യാണ്, സംശയിക്കുക. അച്ഛൻ വിചാരിച്ച പോലെ അച്ഛനെ സഹായിക്കാൻ മകനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം അച്ഛന് പോലും തോന്നുകയാണ്, പണ്ട് ജനിച്ച ആ ഒരു സമയത്ത് മകനെക്കുറിച്ച് അവർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഇനി എങ്ങാനും ശരിയാവോ, ആ ഒരു ഡൗട്ട് അവിടെ വരുന്നുണ്ട്. ആൻഡ് ഹി റിയലൈസ്ഡ് ഐ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. അദ്ദേഹം തിരിച്ചറിയുന്നു എന്ത്, ഞാൻ ശ്രീകാന്ത് ബൊല ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിംഗ് മോഡലിന് പറ്റിയിട്ടുള്ള ഒരാളല്ല, ഇവനെ കൊണ്ട് ഈ പണിയൊന്നും ചെയ്യാൻ കഴിയില്ല. ദെൻ ഹി ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. അപ്പോഴാണ് ഇവൻ തിരഞ്ഞെടുക്കുന്നത്, ഇവൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസമാണ് എൻ്റെ മാർഗം, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. So here the meaning of the word despite is without being affected to. അതായത് ശ്രീകാന്ത് ബൊല സ്കൂളിൽ പോകാൻ തീരുമാനിച്ച സമയത്ത് അവൻ്റെ മുന്നിൽ പ്രധാനമായും 2 ചലഞ്ചുകളായിരുന്നു. ആ ചലഞ്ചുകളെ ഒന്നും കൂട്ടാക്കാതെ, അതൊന്നും അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല. ആ ചലഞ്ച് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്, ട്രക്കിംഗ് ടു എ ഫാർ അവേ സ്കൂൾ. ഇവൻ്റെ സ്കൂളിലേക്ക് ട്രക്ക് ചെയ്ത് പോകണമായിരുന്നു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ട്രക്കിംഗ്? ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ടു വാക്ക് എ ലോങ് ഡിസ്റ്റൻസ്. ഐ മീൻ വലിയ ദൂരം, കിലോമീറ്ററുകളോളം നടന്നു പോകാനായിരുന്നു ആർക്ക് സ്കൂളിലേക്ക് പോകാൻ, നമ്മുടെ ശ്രീകാന്ത് ബൊലയ്ക്ക് സ്കൂളിലേക്ക് പോകാൻ. ഐ മീൻ ഒരു വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആളാണെന്നുള്ളത് മറക്കരുത്. ഓക്കെ, ആൻഡ് ബീങ് ഇഗ്നോർഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. മാത്രമല്ല ഈ ആളെ അവിടെയുള്ള ആ സ്കൂളിനകത്തെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അവനെ അവഗണിക്കുന്നുണ്ട്. ഈവൻ ഐ പെർസിവേർഡ്, എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു, അതിനെ അതിജീവിച്ചു. പെർസിവേർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹിയർ ദ വേർഡ് മീനിങ് ഈസ് ടു സ്ട്രൈവ് ഹാർഡ് ഫോർ അച്ചീവ് സംതിങ്. എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെയാണ്, സ്ട്രൈവ് ചെയ്യുന്നതിനെയാണ് പെർസിവിയേർഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ആ 2 ചലഞ്ചുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്നും കൂട്ടാക്കാതെ അതിനെ അതിജീവിക്കുന്നുണ്ട്. ഫോർ 2 years ഐ സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. അങ്ങനെ 2 വർഷത്തോളം ഈ ശ്രീകാന്ത് ബൊല എവിടെ ഇരിക്കുന്നുണ്ട്, ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്, സ്കൂളിനകത്തെ ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുക്കാതെ. ഐ ദെൻ ഫെൽറ്റ് ലൈക്ക് ദ പൂരസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്. പിന്നെ അവൻ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടിയായിട്ട് എനിക്ക് തോന്നി എന്ന് പറയാം. ആൻഡ് നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി, എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. എന്തുകൊണ്ടാണ്? അവൻ അനുഭവപ്പെട്ട ആ ഒരു ഏകാന്തത, ആ ഒരു ഒറ്റപ്പെടൽ. ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഏകാന്തത, ഒറ്റപ്പെടൽ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. അപ്പം അതായത് അവന് തോന്നുകയാണ്, അവൻ്റെ ആ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും കാരണം ഈ ലോകത്തെ ഏറ്റവും പാവപ്പെട്ട ആളെന്ന് പറയുന്നത്, പാവപ്പെട്ട കുട്ടി ഞാനാണ് എന്ന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, തോന്നുന്നുണ്ട്. ആൻഡ് ഈവൻച്വലി, gradually, ക്രമേണ, my parents and relative decided that I should study in a school with students like me. ഇവൻ്റെ പാരൻസും റിലേറ്റീവ്സും ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇവൻ പഠിക്കേണ്ടത് ഇവനെ പോലെയുള്ള കുട്ടികളുടെ കൂടെയാണ്, അതായത് ഒരു സ്പെഷ്യൽ സ്കൂളിലാണ്. സോ ഐ വാസ് സെൻഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അങ്ങനെ ഇവനെ ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ദർ ഐ എക്സൽഡ്, അവിടെ വെച്ച് അവന് പെർഫെക്റ്റായി, അവൻ ടാലൻറ്റഡ് ആയി മാറുന്നുണ്ട്. ബിക്കമിങ് അൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ്, ആ സ്കൂളിനകത്തെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റായി, ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് ഈ ശ്രീകാന്ത് ബൊല മാറുന്നു. ഏർണിംഗ് ടോപ്പ് റാങ്ക്സ് ആൻഡ് റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്. ആ സ്കൂളിനകത്ത് എക്സാംസ് നടത്തുമ്പോൾ ടോപ്പ് റാങ്ക് ഇവനായിരിക്കും. മാത്രമല്ല ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ക്രിക്കറ്റും ചെസ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ കളിക്കാനുള്ള ചാൻസും കൂടെ ലഭിച്ചു. ആൻഡ് ഐ ഹാഡ് ദ പ്രിവിലേജ് of working with Dr. APJ Abdul Kalam on various projects like
ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട്. ഇദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു പ്രിവിലേജും കൂടെ, ആ ഒരു ചാൻസും കൂടെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട് ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട്. ആ ഒരു പ്രൊജക്റ്റിനകത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. വെൻ ഐ കംപ്ലീറ്റഡ് മൈ 10th grade, അങ്ങനെ ഇവന് 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു, ഓവർ 90% മാർക്സ്, 90% മാർക്കുമായിട്ട്. ഐ വാണ്ടഡ് ടു സ്റ്റഡി സയൻസ് അറ്റ് ദ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ്. ഇവൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് അറിയുന്നത് നിങ്ങൾക്ക്? ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിന് കീഴിൽ സയൻസ് പഠിക്കണം എന്നതായിരുന്നു ഇവൻ്റെ ആഗ്രഹം. ഹൗവെവർ ഐ വാസ് ടോൾഡ് ഐ കുഡ് ഓൺലി ടേക്ക് ആർട്സ്. പക്ഷേ എല്ലാവരും ഇവനോട് പറഞ്ഞു എന്ത്, നിനക്ക് ആർട്സേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിച്ച ഇവൻ്റെ അടുത്ത് അവിടെയുള്ള ആളുകളും മറ്റ് പല ആളുകളും പറയുന്നു നീ എന്തെടുത്താൽ മതി, ആർട്സ് എടുത്താൽ മതി. കാരണം എന്താ പറഞ്ഞതെന്നറിയോ? ബിക്കോസ് ഐ വാസ് ഇംപെയർഡ്. കാരണം അവർ പറഞ്ഞത് ഐ വാസ് ഇംപെയർഡ്. ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിസാബിൾഡ്. അതായത് വിഷ്വലി ഇംപെയർഡ് ആണ് എന്ന കാരണം കൊണ്ട് നിനക്ക് സയൻസ് എടുക്കാൻ പറ്റൂല, നീ എന്തെടുത്താൽ മതി, ആർട്സ് എടുത്താൽ മതി എന്ന കാര്യം അവർ പറയുന്നുണ്ട്. ആൻഡ് ഐ ഡിഡ്ന്റ് കൺസിഡർ മൈസെൽഫ് വിഷ്വലി ഇംപെയർഡ് ബട്ട് വിഷ്വലി ചലഞ്ചഡ്. ഇദ്ദേഹം പറയുന്നു ഞാൻ എന്നെ വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ഒരാളായിട്ടല്ല ഞാൻ എന്നെ കാണുന്നത്, എന്തായിട്ടാ, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടാ. സോ ഹിയർ ഹി കൺസിഡേഴ്സ് ഹിസ് വിഷ്വൽ ഇംപെയർമെൻറ്റ് ആസ് എ ചലഞ്ച് ദാൻ എ ഡിസബിലിറ്റി. തൻ്റെ ആ ഒരു പോരായ്മയെ, തൻ്റെ ആ ഒരു വിഷ്വൽ ഇംപെയർമെൻറ്റിനെ ഒരു പ്രശ്നമായി എടുക്കുന്നതിനേക്കാളും അദ്ദേഹം അതിനെ ഒരു വെല്ലുവിളിയായി, തന്നെ മുന്നിൽ നേരിടേണ്ട ഒരു വെല്ലുവിളിയായിട്ടാണ് ആളെന്ത് ചെയ്യുന്നത്, അവിടെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ശ്രീകാന്ത് ബൊലയുടെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മെൻറ്റാലിറ്റീനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണത് കേട്ടോ. ആൻഡ് ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ ഡ്യൂ ടു ദ പെർസെപ്ഷൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വിശ്വാസം കാരണം, മറ്റുള്ളവരുടെ ചില തീരുമാനം കാരണം എൻ്റെ പാഷനെ പെർസ്യൂ ചെയ്യാൻ, വാട്ട് ഇസ് പെർസ്യൂ, ഫോളോ, പിന്തുടരാൻ അവരെന്ത് ചെയ്തില്ല, എന്നെ അനുവദിച്ചില്ല എന്ന് പറയാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് എന്ന് പറയാം, ബിലീഫ് എന്നൊക്കെ പറയാം കേട്ടോ, അവരുടെ ഒരു കാഴ്ചപ്പാട്, അവരുടെ ഒരു വിശ്വാസം. ഓക്കെ, ആൻഡ് റാദർ ദാൻ ആക്സെപ്റ്റ് ദിസ്, ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഐ ഡിസൈഡഡ് ടു സ്യൂ ദ ഗവൺമെന്റ്. ഇവൻ എന്ത് തീരുമാനിച്ചു എന്നറിയോ? ഗവൺമെന്റിനെ സ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. സ്യൂ മീൻസ് ടേക്ക് എ ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് എ ഗവൺമെന്റ് ഓർ എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്കോ ഗവൺമെന്റിനോ എതിരായി ലീഗൽ ആക്ഷൻ നിയമപരമായി നീങ്ങുന്നതിനെയാണ് സ്യൂ എന്ന് പറയുക. ഇവന് ആ സ്കൂളിനെതിരെ, അതല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഗവൺമെന്റിനെതിരെ ഒരു കേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ ഫയൽ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ, അങ്ങനെ 6 മാസത്തോളം നിയമയുദ്ധം നടക്കുന്നു. ഐ റിസീവ്ഡ് എ ഗവൺമെന്റ് ഓർഡർ അലോയിങ് മീ ടു സ്റ്റഡി ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്. എൻ്റെ സ്വന്തം റിസ്ക് കൊണ്ട്, 6 മാസത്തെ നിയമയുദ്ധത്തിന് ശേഷം ഗവൺമെന്റ് എനിക്ക് സയൻസ് പഠിക്കാനുള്ള അനുവാദം തന്നുകൊണ്ട് ഒരു ഓർഡർ ഇറക്കുന്നുണ്ട്. ഡിസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ് ഐ വർക്ക്ഡ് ഹാർഡ്. ആക്ച്വലി ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു റിസോഴ്സ് ആക്ച്വലി ഹി വാസ് ലാക്കിംഗ് ദർ, അവന് ഉണ്ടായിരുന്നില്ല. ആൻഡ് അതില്ലാതിരുന്നിട്ടും ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ മെൻറ്റർ, ഒരു മെൻറ്ററുടെ സഹായത്തോടു കൂടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്നയാളെയാണ് മെൻറ്റർ എന്ന് പറയാം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സഹായത്തോടെ ചെയ്തു. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്ക് ഓൺ ഓഡിയോ. അവരെന്താ ചെയ്തതെന്നറിയോ? ആ മെൻറ്റർ ഇവൻ്റെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഓഡിയോ രൂപേണ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ സ്കോർഡ് 98% ഇൻ മൈ എക്സാംസ്. അങ്ങനെ എൻ്റെ +2 എക്സാമിന് 98% മാർക്ക് ഞാൻ നേടി. ആൻഡ് ദിസ് പ്രൂവ്സ് ദാറ്റ് എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ദിയർ ഇംപെയർമെന്റ് ഓർ ചലഞ്ചസ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അപ്പോൾ അദ്ദേഹം പറയാ, ഈ ഒരു നേട്ടം സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് എത്ര കണ്ട് വൈകല്യങ്ങളുണ്ടെങ്കിലും, എത്ര കണ്ട് പോരായ്മകളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഹൗവെവർ മൈ ജേർണി ഡിഡ്ന്റ് എൻഡ് ദെയർ. എൻ്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. വെൻ ഇറ്റ് വാസ് ടൈം ടു അപ്ലൈ ടു ടോപ്പ് എഞ്ചിനീയറിംഗ് സ്കൂൾസ് ലൈക്ക് IIT പോലെയുള്ള ടോപ്പ് എഞ്ചിനീയറിംഗ് സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമായപ്പോൾ ഐ വാസ് ടോൾഡ് ദാറ്റ് ഐ കുഡ്ന്റ് സിറ്റ് ഫോർ ദ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇവനോട് എല്ലാവരും പറഞ്ഞു, നിനക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പങ്കെടുക്കാൻ പറ്റൂല. കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്താ?
മത്സര പരീക്ഷകളിൽ നന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല. കാരണം എന്താ? ബിക്കോസ് ഓഫ് മൈ ബ്ലൈൻഡ്നെസ്. എൻ്റെ ആ ഒരു വിഷ്വൽ ഇംപെയർമെൻറ്റ് മൂലം, വിഷ്വൽ ഡിസബിലിറ്റി മൂലം എനിക്കത് എഴുതാൻ പറ്റൂല എന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു. ഇഫ് IIT didn't want me, എന്നെ IITക്ക് വേണ്ട എന്നാണെങ്കിൽ I decided I didn't want it either. ഇവനും ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എനിക്ക് ആരെയും വേണ്ട, IITനെയും വേണ്ട. ഇവിടെ IIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അവിടെ ഇവൻ അപ്ലൈ ചെയ്യുന്നു, അവന് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനുള്ള അനുവാദം പോലും കൊടുക്കുന്നില്ല. അപ്പോൾ അവൻ പറയാ, എന്നെ അവർക്ക് വേണമെങ്കിൽ എനിക്ക് അവരെയും വേണ്ട. അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുന്നു. I applied to top schools in the United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. അങ്ങനെ ഇവന് MITയിൽ അപ്ലൈ ചെയ്യാണ്. MIT എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമേരിക്കയിലെ മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവൻ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഐ ചോസ് ടു അറ്റൻഡ് MITയിൽ ഇവൻ അറ്റൻഡ് ചെയ്യുന്നു, ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. അങ്ങനെ ഈ MITയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മുടെ ആര് മാറുന്നുണ്ട്? ശ്രീകാന്ത് ബുല്ല മാറുന്നുണ്ട്. വൈൽ അറ്റ് MITയിലായിരുന്നപ്പോൾ ഐ ബിഗാൻ ടു തിങ്ക് ഡീപ്ലി അബൌട്ട് മൈ ഫ്യൂച്ചർ. അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഷുഡ് ഐ ജസ്റ്റ് ഗെറ്റ് മാരീഡ്? ഞാൻ ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ഡൗൺ ആൻഡ് വർക്ക് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക, ഈ അമേരിക്കയിൽ തന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ഇങ്ങോട്ട് സെറ്റിൽ ആയാൽ മതിയോ? അദ്ദേഹം ഭാവിയെ കുറിച്ച് ആലോചിക്കുകയാണ്. നോ. ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തര, നോ. നോ. ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ ശ്രീകാന്ത് ബുല്ല അനുഭവിച്ചതായ പ്രശ്നങ്ങളെ പരിഹരിക്കണമായിരുന്നു. ആ പരിഹരിക്കാൻ അമേരിക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റൂല, ഇന്ത്യയിൽ തന്നെ വരണം, ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കണം. ആൻഡ് വൈ ഷുഡ് ബ്ലൈൻഡ് ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്? ഇയാൾ ചോദിക്കുക, എന്തിനാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തുന്നത്? ആൻഡ് വൈ ഷുഡ് 10% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഹു ആർ ഡിസാബിൾഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ എക്കണോമി? ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 10% ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. എന്തിനാണ് ഈ ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകളെ എക്കണോമിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, അവരെ ഒഴിവാക്കുന്നത്? ദീസ് ക്വസ്റ്റ്യൻസ് ലെഡ് മീ ബാക്ക് ടു ഇന്ത്യ. ഈ ചോദ്യങ്ങളാണ് എന്നെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തത്? ലീഡ് ചെയ്തത്. ആൻഡ് വോർ ഐ റിട്ടേൺഡ്, അവിടെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ, ഇന്ത്യയിലെത്തിയപ്പോൾ, ഗിവിങ് അപ്പ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക, അമേരിക്കയിലെ സകല അവസരങ്ങളെയും നിഷേധിച്ച് ഒഴിവാക്കിയിട്ട് ഞാൻ ഇന്ത്യയിലെത്തി ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസാബിൾഡ്. എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെത്തിയത്? ഇന്ത്യയിലെ ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശ്രീകാന്ത് ബുല്ല എവിടെ എത്തുന്നു? ഇന്ത്യയിലെത്തുന്നു. വി എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലാറ്റ്ഫോം. ഇന്ത്യയിൽ അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടുഗെദർ വിത്ത് മൈ പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുടെ കൂടെയാണ് അദ്ദേഹം ആ ബോളൻഡ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. എന്തിനാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അവിടെ പറയുന്നുണ്ട്, ടു ഫൈൻഡ്, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. അതായത് ഡിസാബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സമൂഹത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് പകരം അവരെ സമൂഹത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ, അവരെ റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, റിട്ടേൺ ടു ഗുഡ് ഹെൽത്ത്, അതാണ് റീഇൻറ്റഗ്രേറ്റ്, റീഹാബിലിറ്റേറ്റ്, പുനരധിവസിപ്പിക്കുക, പഴയൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടെയാണ് അദ്ദേഹം ബോളൻഡ് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡിസാബിൾഡ് ആണ് എന്ന കാരണം കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്ക്ലൂഡ് ചെയ്ത ആളുകളെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് ഈ ബോളൻഡ് ഇൻഡസ്ട്രി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വി ഹാവ് സപ്പോർട്ടഡ് ഓവർ 3,000 സ്റ്റുഡൻസ് ഇൻ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ, സ്പോർട്സ് ആൻഡ് മച്ച് മോർ. വിദ്യാഭ്യാസത്തിൽ, കായികത്തിൽ, അതുപോലെ വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ, തൊഴിൽ പുനരുദ്ധാരണം, ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം 3000-ഓളം വിദ്യാർത്ഥികളെ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ആൻഡ് അവർ കമ്പനി നൗ എംപ്ലോയ്സ് ഓവർ 150 ഡിസാബിൾഡ് ഇൻഡിവിജ്വൽസ്. അദ്ദേഹത്തിൻ്റെ ബോളൻഡ് ഇൻഡസ്ട്രിക്കകത്ത് 150-ഓളം ഡിസാബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്.
$1 million കൂടുതലായിട്ട് സെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വോളന്റ് ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്നുണ്ട്. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത് വിത്ത് മച്ച് മോർ ടു ഡു. പക്ഷേ അദ്ദേഹം അപ്പോഴും പറയുന്നു, ഈ സമയത്തും ഇത്രയൊക്കെ മില്യൺ കണക്കിന് സെയിൽ നടന്നിട്ട് പോലും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലാണ്. വി ആർ അറ്റ് ദ ബിഗിനിങ്. ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് ചെയ്യാനുണ്ടെന്ന് പറയാണ്. സോ ഹിയർ ദ എൻഡ്, ലാസ്റ്റ് പാരഗ്രാഫ്. ഐ വോണ്ട് ടു ലിവ് യു വിത്ത് 3 lessons. ഞാൻ നിങ്ങൾക്ക് 3 ലെസൺസ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. I just want to give you 3 messages. First, show compassion and help others thrive. നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. We have to be compassionate and help others thrive. അവരെയും വളരാൻ അനുവദിക്കുക. ആക്ച്വലി ആ ഒരു സ്പീച്ചിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആക്ച്വലി ഇവിടെ കമ്പാഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളൊരു ഡിസാബിൾഡ്, ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് കമ്പാഷൻ. അതല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ വരുന്ന സമയത്ത് ആൾക്കൊരു 1-2 ഒരു തൊട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് കമ്പാഷൻ. അതല്ല കമ്പാഷൻ. അതായത് ഡിസാബിൾഡ് ആണ് എന്ന കാരണം കൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ അവരോടൊരു ദയ കാണിച്ച് അവർക്ക് തൊഴിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് അവരെയും സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. അപ്പോൾ അതാണ് ഇദ്ദേഹം ആദ്യം പറയുന്നത്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ കൂടെ പറയുന്നുണ്ട്, ട്രൂ വെൽത്ത് ഡസൻ കം ഫ്രം മണി. യഥാർത്ഥ സമ്പത്ത് പണത്തിൽ നിന്നല്ല ഉണ്ടാവുന്നത്, ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. എന്തിനാ? മറ്റുള്ളവരുടെ ഹാപ്പിനെസ് ചെയ്യുന്ന. സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾ ലീവ്സ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ലോൺലിനെസ്സിനെ റിമൂവ് ചെയ്യണം. ഒരാളെയും ഒറ്റപ്പെടുത്തരുത്. ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലോൺലിനെസ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു ഫോം എന്ന് പറയുന്നത് ഈ ലോൺലിനെസ്സാണ്. അതുകൊണ്ട് ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒറ്റപ്പെടുത്തരുത്. ആൻഡ് ദ തേർഡ്, ഫൈനലി റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ്. നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ദ ഫസ്റ്റ് ബെനഫിറ്റ്. അതിൻ്റെ ആ ഒരു ബെനഫിറ്റ്, ആ ഒരു ആനുകൂല്യം ലഭിക്കുന്നതും ആദ്യം നിങ്ങൾക്കായിരിക്കും എന്ന് പറയുകയാണ്. സോ ഈ 3 ലെസൺസ് ആണ് പറഞ്ഞത്. ആദ്യത്തേത് ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. സെക്കൻഡ് വൺ പറയുന്നത് എന്താ? റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലീവ്സ്. മൂന്നാമത്തേത് എന്താ? വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ബെനഫിറ്റ്. ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഇൻ ദ എൻഡ് ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ, ശ്രീകാന്ത് യു ക്യാൻ ഡു നത്തിങ്. ഈ ലോകം എന്നെ നോക്കി പറഞ്ഞേക്കാം, ലോകം എന്നെ നോക്കി പറയാം, ശ്രീകാന്ത് നിനക്കൊന്നും ചെയ്യാൻ കഴിയൂല. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ, പക്ഷെ ഞാൻ ആ ലോകത്തെ നോക്കി പറയുന്നു, ഐ ക്യാൻ ഡു എനിത്തിങ്, താങ്ക് യു. എനിക്കിവിടെ എന്തും ചെയ്യാൻ കഴിയും, ഞാൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ഈ ഒരു സ്പീച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ബൈ, Srikanth Bola. See you in another video. Till then, bye. Thank you.